CSF എന്ന് പറയുന്ന കാര്യം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഏകദേശം 150 ml ആണെന്നും എവരി 6 to 8 hours അല്ലെ 8 hours എന്ന് ഓർത്താൽ മതി. 8 hours അത് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള വലിയ കഥകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്ലെ അല്ലെ ഓക്കെ. അപ്പൊ ഇത് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിലുള്ള എല്ലാ സ്രവങ്ങളും രക്തത്തിൽ നിന്നാണ് ഫോം ചെയ്തു വരുന്നത്. രക്തത്തിൽ നിന്ന് ഇത് ഫിൽട്ടർ ചെയ്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലൂയിഡായിട്ട് മാറ്റുകയും കുറെ കഴിയുമ്പോഴത്തേക്ക് രക്തത്തിലേക്ക് തന്നെ ഇത് റീഅബ്സോർവ് ചെയ്തു പോവുകയും ചെയ്യുന്നു. എല്ലാ ഫ്ലൂയിഡും. ഇപ്പൊ നിങ്ങൾക്കറിയാം, വിട്രിയസ് ഹ്യൂമർ, അക്വസ് ഹ്യൂമർ, ഇതൊക്കെ ഫ്ലൂയിഡുകളാണ്. ഇതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വരുന്നത് രക്തത്തിൽ നിന്നാണ്. നേരെ അബ്സോർവ് ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്ക് തന്നെ. അപ്പൊ ഈ രക്തത്തിൽ നിന്ന് ഇത് ഫോം ചെയ്ത് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുണ്ട്. അതിനെ പറയുന്ന പേരാണ് കോറോയിഡ് പ്ലെക്സസ് എന്ന് പറയുന്നത്. കോറോയിഡ് പ്ലെക്സസിലെ ഇൻഡിവിജ്വൽ സെല്ലുകളുണ്ട്. അതിനെ എപ്പൻഡൈമോമ സെല്ലുകൾ എന്ന് പറയും. പേടിക്കണ്ട, അത് നമ്മൾ കാണും. അപ്പൊ ഈ കോറോയിഡ് പ്ലെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്. അത് CSF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ ലാറ്ററൽ വെൻട്രിക്കിൾ വഴി, തേർഡ് വെൻട്രിക്കിൾ വഴി, അത് ഫോർത്ത് വെൻട്രിക്കിൾ വഴി അതങ്ങ് സബരക്നോയിഡ് സ്പേസിലേക്ക് പോകും. അതേപോലെ ലാറ്ററൽ സൈഡിലേക്കും പോകുന്നു. അങ്ങനെ അത് സ്പൈനൽ കോഡ് വരെ പോകുന്നു. അതാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഇടയിലുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിരിക്കുന്നു. എവിടെ വരെ പോകും? നമ്മൾ നേരത്തെ കണ്ടു അരക്കനോയിഡ് വില്ലെ. ഈ സബരക്നോയിഡ് സ്പേസില് ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ വില്ല എന്ന് പറയുന്ന സംഭവം ഇൻഡസ്റ്റൈനിലെ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ വില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അബ്സോർഷൻ. അവിടെ എന്താണോ ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടെ അരക്കനോയിഡ് വില്ലേ ചെയ്യുന്നത്. ഇവിടെ CSFന്റെ അബ്സോർഷനാണ് ഇത് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്ത് എങ്ങോട്ട് വിടുന്നു? രക്തത്തിലേക്ക് കയറ്റി വിടുന്നു. ക്ലിയർ ആയോ? രക്തത്തിലേക്ക് കയറ്റി വിടുന്നു. 6 മണിക്കൂർ 8 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ പ്രോസസ് നടക്കുന്നത്. ദെൻ അടുത്തത് വീണ്ടും കോറോയിഡ് പ്ലെക്സസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് ഈ കോറോയിഡ് പ്ലെക്സസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സെല്ല്, അതിനെ ഞാൻ പറഞ്ഞു എപ്പൻഡൈമോമ സെൽ. ഈ എപ്പൻഡൈമോമ സെല്ലുകൾ ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. ഈ ഫ്ലൂയിഡ് നിറയുന്നത് ബ്ലഡിൽ നിന്നാണ്. ഇത് പതുക്കെ തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? വെൻട്രിക്കിളിലേക്ക് വീഴും. അതാണ് നമ്മുടെ CSF എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിനപ്പുറമൊന്നും നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, കാര്യകാരണ സഹിതം പഠിക്കുക, മെമ്മറി ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഒരു പഠനത്തിന്റെ ഏറ്റവും എക്സ്ട്രീം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.